പറഞ്ഞു വന്നത് ബേപ്പൂരിനെ കുറിച്ചാണ്. അപ്പോൾ എസ് കെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ മുഹമ്മദ് റിയാസ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന അവരുടെ വീട്ടിലെ ബന്ധം. മുഹമ്മദ് റിയാസ് കേരളത്തിലെ മുൻനിര രാഷ്ട്രീയ നേതാക്കൾ ഒരാളാണ്. ഇനി ബേപ്പൂരിലേക്ക് വന്നാൽ എസ് കെ, ബേപ്പൂരിൽ പി.വി.എന്നൂർ പോയി ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഈ ദിവസത്തെ പ്രചരണ യോഗങ്ങൾ കാണുമായിരുന്നു. പി.വി.എന്നൂർ ഇറങ്ങുമ്പോൾ അത്യാവശ്യം ആളൊക്കെ അവിടെ കൂടുന്നുണ്ട്. മാത്രമല്ല എസ് കെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവിടെ തിരിച്ചടി അവിടെ വരുന്നുണ്ട്. അവിടെ എങ്കിലും LDF ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ കോഴിക്കോടാണ്. അവിടെ മുസഫർ എന്ന് പറയുന്ന മുഹമ്മദ് റിയാസിന്റെ ഒക്കെ ശക്തനായ സതീർത്ഥ്യൻ, അവിടുത്തെ ശക്തനായ രാഷ്ട്രീയത തോക്കുന്ന ഒരു സാഹചര്യം കോഴിക്കോട് ഉണ്ടായി എന്ന് പറയുമ്പോഴും ഈ ഏരിയ ബേപ്പൂർ മണ്ഡലം ആയിരുന്നു. ബേപ്പൂർ ഉൾക്കൊള്ളുന്ന ഏരിയ LDF തന്നെയായിരുന്നു. കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടുത്തെ LDFന്റെ മാരകമായ കോട്ട എന്നുള്ള നിലയ്ക്ക് മുന്നേറ്റം അവിടെ ഉണ്ടായില്ല. അതെന്തിന്റെ സൂചനയാണെന്ന് അറിയില്ല. പക്ഷേ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബേപ്പൂർ, നോ ഡൗട്ട്. ഓക്കെ, അസിത. ബേപ്പൂർ LDFന്റെ ഒരു ഉറച്ച കോട്ടയാണ്. ഇത്തവണയും മറ്റൊരു അത്ഭുതവും ബേപ്പൂരിൽ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഈ അരാഷ്ട്രീയ പ്രചാരണങ്ങൾ ഒരുപാട് നേരിട്ട ഒരാൾ കൂടിയായിരുന്നു ഈ മന്ത്രിസഭയുടെ കാലത്ത് മുഹമ്മദ് റിയാസ്. അപ്പോൾ സ്വാഭാവികമായും അതവിടെ രാഷ്ട്രീയ വോട്ടുകളായി പോൾ ചെയ്യപ്പെടും എന്നതുകൂടി തോന്നുന്നുണ്ട്. മാത്രമല്ല സ്കെയിൻ, കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച മന്ത്രിമാരിൽ ഒരാൾ കൂടിയാണ് മുഹമ്മദ് റിയാസ്. മാത്രമല്ല ആ മണ്ഡലത്തിൽ അദ്ദേഹം ഏകദേശം 1600 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ച ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പിന്നീട് ഒരു വലിയ ഇടതുപക്ഷ കോട്ടയിൽ PV അൻവർ ഈ നിലയിലുള്ള പ്രചാരണങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിന് ജനങ്ങൾ എങ്ങനെ മറുപടി പറയും എന്നതിന്റെ കൂടി റിസൾട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിന്റെ ഫലം മാറുകയും ചെയ്യും. എന്തായാലും PV അൻവർ ബേപ്പൂരിലെത്തിയതോടെ അദ്ദേഹത്തിന്റെ സ്വാധീനവും അദ്ദേഹത്തിന്റെ കുറച്ച് ബന്ധുബലവും ഒക്കെ അവിടെ ഉണ്ടെന്ന് അദ്ദേഹം നേരത്തെ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. വാശിയേറിയ ഒരു പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുഹമ്മദ് റിയാസ് വേഴ്സസ് PV അൻവർ. കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.